ഉണർവെന്ന പേരിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ലോക ഭിന്നശേഷി ദിനാഘോഷം വളരെ വിപുലമായിട്ടാണ് തിരുവനന്തപുരം വുമൻസ് കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഒരു കൂട്ടർ പുറത്ത് സമരം ചെയ്യുകയാണ്. എന്താണ് അവർ ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്താണ് ഇത്തരത്തിൽ വലിയൊരു ആഘോഷം അകത്ത് നടക്കുകയാണ്, അപ്പോഴാണ് നിങ്ങൾ ഇത്തരത്തിലൊരു സമരം പുറത്ത് ചെയ്യുന്നത്? എന്താണ് ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ലോക ഭിന്നശേഷി ദിനം എല്ലാ ഡിസംബർ 3 ആഘോഷിക്കുന്നുണ്ട്. ആ സമയത്ത് മാത്രമേ അവർ ഇങ്ങനെ ഒരു ആഘോഷങ്ങളും പദ്ധതികളും പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് ഗുണമുള്ളൂ. അപ്പോൾ ഈ ആഘോഷങ്ങളും പദ്ധതികളും നല്ലത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഓരോ വിഭാഗം ഭിന്നശേഷിക്കാർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ട് അവർ അതനുസരിച്ച് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഇപ്പം നമ്മളിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ ഇവിടെ വാമൂടി കെട്ടി സമരം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എംപ്ലോയ്മെൻറ്റ് മുഖേന 6 മാസം ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ട ഭിന്നശേഷിക്കാരാണ്. അപ്പോൾ സർക്കാർ നമ്മുടെ കാര്യം പരിഗണിക്കാമെന്ന് പറയണതല്ലാതെ പരിഗണിക്കുന്നില്ല. ഈ UDF സർക്കാർ 2010-15 സർക്കാർ 99 മുതൽ 2003 വരെയുള്ള 2677 ആൾക്കാരെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് 2013 സ്ഥിരമാക്കി. അത് കഴിഞ്ഞ് ഈ സർക്കാർ വന്ന സമയത്ത് തന്നെ ശൈലജ ടീച്ചർ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് സ്ഥിരമാക്കുമെന്ന്. ഈ സർക്കാർ ഇപ്പോൾ 8 വർഷം തികഞ്ഞിട്ട് പോലും നമ്മുടെ ഒറ്റ ഭിന്നശേഷിക്കാരെ പോലും സ്ഥിരമാക്കിയില്ല. ചേച്ചി, ഇപ്പോൾ വായി മൂടിക്കെട്ടിയ ഒരു സമരവുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. സർക്കാരിൽ നിരന്തരമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലും സെക്രട്ടറിയിൽ സമരം ചെയ്തു എന്നുള്ളതാണ്. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനത്തെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് സർക്കാർ അറിയുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗവുമില്ല. ഞങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക പരിമിതികളെ മനസ്സിലാക്കി അവർ നമ്മളെ ജോലിക്ക് എടുക്കാറില്ല. അപ്പം സർക്കാരാണ് നമ്മുടെ കുറ്റമല്ല നമ്മളിങ്ങനെ ആയിത്തീർന്നത്. സർക്കാരാണ് ഇങ്ങനെ അവശതകൾ അനുഭവിക്കുന്നവരെ താങ്ങേണ്ടതും കരുതേണ്ടത്. ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തീരുമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സകലാംഗരായ 10 വർഷം ജോലി ചെയ്ത ഒരുപാട് ആൾക്കാരെ ഈ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്ഥിരപ്പെടുത്തി. ഞങ്ങൾ 6 മാസം ജോലി ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലും നമ്മൾക്ക് പിന്നെ തിരിച്ച് ഡെയിലി വേജസ് ആയിട്ടോ ആ സ്ഥാപനത്തിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പോലും തുടർന്നു പോകുവാനുള്ള ഒരു അനുവാദം പോലും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. PSC വഴി 4% സംവരണം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇനി നമുക്ക് PSC എഴുതാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് ഈ നിൽക്കുന്നവരിൽ തന്നെ. അത് വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കാണുള്ളൂ. സർക്കാരിന് അങ്ങനെ ബാധ്യതയാകാൻ ഒന്നുമില്ല. നമ്മൾ അത്രയ്ക്കും കുറച്ച് ആൾക്കാർ മാത്രമേ ഈ 2024 വരെ എടുത്താൽ പോലും ഒരു 1500 2000 ഉൾപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ സ്ഥിരപ്പെടുത്താനായിട്ട്. നമ്മളെ കുടുംബത്തിലൊരു ബാധ്യത ആണ് ഇപ്പം. കാരണം ഞങ്ങൾക്ക് വരുമാനമില്ല. ഭർത്താവിനായാലും മക്കൾക്കായാലും നമ്മൾ ബാധ്യതയാണ്. അപ്പം നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവർക്കൊരു ബാധ്യതയായി തീരൂല. 2004 മുതൽ തന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിൽ താൽക്കാലികമായി ജോലി ചെയ്തിരുന്നവരാണ്. അവരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും കുടുംബത്തിന് തന്നെ ഒരു ഭാരമായി മാറുന്നു ജോലിയില്ലാതെ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സർക്കാർ നീതി തരണം, അവർക്ക് പ്രധാനമായും ഒരു ജോലി നൽകണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.